Part-02 ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കായ റേറ്റ് ഓഫ് ചേഞ്ച്. ദ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞത് ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദെൻ എഫ് ഡാഷ് എക്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞാലും എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എ പോസിറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് സംടൈം ഈസ് കാൾഡ് റേറ്റ് ഓഫ് ഇൻക്രീസിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദാറ്റ് ദി പീക്ക് ഓഫ് ഫോർ പി ഡിപെൻഡ് അപ്പോൺ ദി സപ്ലൈ എസ് by the formula p equal to 160 minus 3s plus 0.01 into s square. Find the rate of change of p with respect to s when s is equal to 50. അപ്പോൾ നമ്മൾ ചോദിച്ചത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ തന്ന ഫംഗ്ഷൻ എന്താണ്, p ഈക്വൽ ടു ആണ്. എന്താ 160 മൈനസ് 3s പ്ലസ് 0.01 into s സ്ക്വയർ അല്ലെ. ഇതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി പി ബൈ ഡി എക്സ് ചെയ്യാം. ഇത് ഡെറിവേറ്റീവ് മൈനസ് 3 അല്ലെ, 0 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് -3 ആണ്. പ്ലസ് 0.01 into 2s. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ -3 പ്ലസ് 0.02s. ഇവിടെ പറയുന്നത് അറ്റ് എസ് ഈക്വൽ ടു എത്ര പറയുന്നത് 50 ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഡി പി ബൈ ഡി എസ് ഈക്വൽ ടു -3 പ്ലസ് 0.02 into 50 ഈക്വൽ ടു -3 പ്ലസ് 1 ഈക്വൽ ടു -2 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്ലൂ എപ്പിഡമിക് has the infected p equal to 30 t square plus 100 t people by t days. After its outbreak, how fast the epidemic spreading in people per day after 5 days. Okay, അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ല, p equal to 30 t square plus 100 t ആണ് അല്ലെ. ഇതിന്റെ എത്ര സ്പ്രെഡ് ചെയ്തു എന്നാണ്. അപ്പൊ അവിടെ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് പറഞ്ഞത് അല്ലെ. എത്ര ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട് എത്രയാണ് അല്ലെ എപ്പിഡമിക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ ഡി പി ബൈ എന്താ അവിടെ ഡി ടി ആണ്. എന്താ അല്ലെ 60 ടി അല്ലെ. ഇതിന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 60 ടി പ്ലസ് 100 ആയി. ഇവിടെ എന്താ, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെ, 5 ദിവസം 5 days. അപ്പൊ അറ്റ് ടി ഈക്വൽ ടു 5 അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 60 into 5 പ്ലസ് 100 ഈക്വൽ ടു 300 പ്ലസ് 100 എത്ര 400. അടുത്ത ക്വസ്റ്റ്യൻ, എ ബലൂൺ ബി ഇൻ blow above the volume v equal to 3t cube plus 8t square plus 16t cubic centimeter after t minutes. What is the rate of change of the volume at t equal to 0.5? v equal to 3t cube plus 8t square plus 16t ആണ്. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അപ്പൊ ഡി വി ബൈ ഡി ടി ഉണ്ട്. അപ്പൊ എന്താ 9t square plus 16t plus 16 അറ്റ് എത്രയാണ് 0.5 ആണ്. അറ്റ് t ഈക്വൽ ടു 0.5. അപ്പൊ എന്താ ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 9 into 0.5 ഹോൾ സ്ക്വയർ പ്ലസ് 16 into 0.5 പ്ലസ് 16 ആയി അല്ലെ. ഒക്കെ സിംപ്ലിഫൈ ചെയ്താൽ 26.25 ക്യൂബിക് സെന്റിമീറ്റർ പെർ മിനിറ്റ്സ് കിട്ടും. അടുത്ത ടോപ്പിക് സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ലിപ്സസ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെ. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് എങ്ങനെയായിരുന്നു നൊട്ടേഷൻ, എഫ് ഡാഷ് ഓഫ് എക്സ് ആയിരുന്നു. അതിന്റെ ലിപ്സസ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിന് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ്. അതിന് ലിപ്സസ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് 2x ക്യൂബ് മൈനസ് 8x അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു 4 പ്ലസ് 2x ക്യൂബ് മൈനസ് 8x ആണ് അല്ലെ. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് കാണിച്ചു അല്ലെ. ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ അല്ലെ, എക്സ് റൈസ് ടു 4 എന്താ 4 into എക്സ് ക്യൂബ് ആയി. ഇവിടെ 2 into 3 എത്ര 6x സ്ക്വയർ ആയി മൈനസ് 8 ആയി. ഇതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്താ 4 into 3 എത്രയാണ്
12y x square plus 6 into 2 12y x അല്ലേ. റിസൾട്ട് എങ്ങനെയാണ്? d by dx into x raised to n ആണെങ്കിൽ n into x raised to n minus 1 ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് f of x equal to 3x square minus 2x plus 1. അപ്പോൾ തന്ന ഫംഗ്ഷൻ ഇത് f of x equal to 3x square minus 2x plus 1. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f dash of x equal to 3 into 2x minus 2 into 1 equal to എന്താണ് 6x minus 2 ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താവും? 6x ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 6. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. അടുത്ത ടോപ്പിക് സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ. ഇനി അതിലെ ഫസ്റ്റ് ടോപ്പിക് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി വെലോസിറ്റി ഈസ് കാൾഡ് സ്പീഡ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ തന്ന വെലോസിറ്റി എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഉപയോഗിക്കുക. ഓക്കെ. അടുത്ത ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കാൾഡ് ആക്സിലറേഷൻ. അല്ലെ, തന്ന എന്ത് ചെയ്യുക? റേറ്റ് ഓഫ് ചേഞ്ചിനെ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യുക, അഥവാ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ആക്സിലറേഷൻ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് ദാറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി equal to 1 by 4 t square minus t plus 2. Denote the position of a bus at time t. First question, find the velocity as a function of time. Plot its graph. Second question, find and plot the speed as the function of time. Third question, find the acceleration. First question എന്താണ്? നമ്മൾ തന്ന ഫംഗ്ഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതാ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യന് സ്പീഡ് കാണുക, അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? തന്ന ഇതിന്റെ വെലോസിറ്റി. അപ്പൊ തന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് ടി ഈക്വൽ ടു 1 by 4 t സ്ക്വയർ മൈനസ് ടി പ്ലസ് 2 ആണ് അല്ലെ. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? 1 by 4 into 2 into t minus 1. 2 4 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ? t by 2 minus 1 കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ത് കിട്ടി? ഈക്വൽ ടു t by 2 minus 1. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഗ്രാഫ് വരക്കാൻ പോവാം. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞ് എന്താക്കി എടുക്കുക? എഫ് ഡാഷ് ഓഫ് ടി ആക്കി എടുക്കുക. ഇനി ടിക്ക് നമ്മൾ 1 2 3 അല്ലെങ്കിൽ 0 1 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് ടി ആണ്. ടിക്ക് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഡാഷ് ഓഫ് ടി കണ്ടെത്തുക. ഓക്കെ. അപ്പൊ കണ്ടെത്തിയ അതാണ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരച്ചത് ഇങ്ങനെ വരും. ഓക്കെ. അപ്പൊ എല്ലാ പോയിന്റും പ്ലോട്ട് ചെയ്തിട്ട് അതിന് നേരെ ആ പോയിന്റ്സ് ഒക്കെ യോജിപ്പിച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരും. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് എന്താ? ബി ക്വസ്റ്റ്യൻ. ഇതിന്റെ എന്താണ്? സ്പീഡ് അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചാൽ മതി സ്പീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ? മോഡുലസ് ടി ബൈ 2 മൈനസ് 1. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഈക്വൽ ടു മോഡുലസ് ടി ബൈ 2 മൈനസ് 1 ആണ്. ഇതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ. അപ്പൊ എന്താ? ടി വാല്യൂസ് വരും, അതിന്റെ മോഡുലസ് ആകുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വെലോസിറ്റി കണ്ടെത്തിയിരുന്നു. അപ്പൊ നെഗറ്റീവ് കിട്ടിയിരുന്നു, അതൊക്കെ എന്താ? പോസിറ്റീവ് ആവുന്നു. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാല്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു തന്ന് 1 by 4 t സ്ക്വയർ മൈനസ് ടി പ്ലസ് 2 ആണ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് ടി കണ്ടെത്തിയിരുന്നു. എന്താണ്? ടി ബൈ 2 മൈനസ് 1 അല്ലെ. ആക്സിലറേഷൻ ഡബിൾ ഡാഷ് ആണ്. അപ്പൊ എന്താവും? 1 by 2 കിട്ടി. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 1 by 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, if the position of a moving object at a time t is t raised to 5 plus 1 t plus 1, find its velocity and acceleration when t equal to 0.1. അപ്പൊ തന്നിട്ടുണ്ട് എന്താണ്? ഈ ഫംഗ്ഷൻ എന്താക്കി എടുക്കുക? ഇത് എഫ് ഓഫ് ടി ആക്കി എടുക്കുക. അപ്പൊ ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു t raised to 5 plus 1 into t plus 2.
ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേഷൻ ആണ്. അപ്പൊ എന്താ ഇതേ ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് ഓഫ് ഇതേ എന്താ t⁵ d by dt of t plus 2 അല്ലെ, പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തു പ്ലസ് എന്താ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ t⁵ plus 1 ഈക്വൽ ടു t⁵ ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് t plus 2 ഇൻറ്റു ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 5t⁴ ഈക്വൽ ടു t⁵ plus 1 plus 5t⁵ plus 10t⁴. രണ്ടും കൂടി ആടുമ്പോൾ 6t⁵ plus 10t⁴ plus 1. ഇത് തന്നിട്ടുണ്ട് എത്രയാണ് അറ്റ് t ഈക്വൽ ടു 0.1 കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും അല്ലെ f' of 0.1 6 into 0.1 all raised to 5 plus 10 into 0.1 all raised to 4 plus 1. അപ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുക 1.00106. അപ്പോൾ എന്തിട്ടി വെലോസിറ്റി കിട്ടി അല്ലെ, വെലോസിറ്റി എത്ര കിട്ടിയത് 1.0016 കിട്ടി. ഇനി അടുത്ത നമ്മൾ ആക്സിലറേഷൻ പറഞ്ഞു അല്ലെ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ f' of t ഈക്വൽ ടു 30t⁴ പ്ലസ് 40t³ കിട്ടും. ഓക്കെ, അതിനെ f' of t ഈക്വൽ ടു എന്താ കിട്ടി 6t⁵ പ്ലസ് 10t⁴ പ്ലസ് 1 ആണ്. ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 6 into 5 30 ആയി അല്ലെ, 5 minus 1 4, 4 into 10 40 ആയി, 4 minus 1 3 ആയി. ഇനി അറ്റ് t ഈക്വൽ ടു എന്താണ് 0.1. അപ്പോൾ f' of 0.1 ഈക്വൽ ടു എന്താ 18 into 0.1 all raised to 4 plus 14 into 0.1 all cube അല്ലെ, സിംപ്ലിഫൈ ചെയ്താൽ 0.043. ഇതാണ് നമ്മളെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഡൈനാമിക് ബ്ലാസ്റ്റ് ബ്ലോ എ ഹെവി റോക്ക് സ്ട്രൈറ്റ് അപ്പ് വിത്ത് വെലോസിറ്റി ഓഫ് 160 feet per second at reach height of s equal to 160t minus 16t² feet per second. First question, how high does the rock go? Second question, what is the velocity and speed of the rock when it is the 256 feet above the ground on the way up, on the way down? Third question, what is the acceleration of rock at any time t during its flight after the blast? D question, when does the rock hit ground again? എന്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ റോക്കിന്റെ ഹൈറ്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, എപ്പോഴാണ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്. നമുക്ക് തന്നിങ്ങനെ s ഈക്വൽ ടു 160t മൈനസ് 16t². വെലോസിറ്റി തന്നിങ്ങനെ എത്രയാണ് 160 feet per second. ആദ്യം എന്ത് ചെയ്യുമ്പോൾ ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ വെലോസിറ്റി എന്താണ്, ഈ തന്ന ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ 160 മൈനസ് 32t കിട്ടി. ഇനി നമുക്ക് അറ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി വെലോസിറ്റി എന്താക്കി അല്ലെ, 0ക്ക് ഈക്വേറ്റ്. വെലോസിറ്റി ഈസ് 0 ഇംപ്ലൈസ് അപ്പൊ എന്താ v ഈക്വൽ ടു 0 കിട്ടിയല്ലോ അല്ലെ. അപ്പൊ ഇത് കാരണം നമ്മൾ v ആക്കി എടുക്കാം അല്ലെ. അപ്പൊ വെലോസിറ്റി ആണ് ഇത്. അപ്പൊ വെലോസിറ്റിക്ക് v ആക്കി കൊടുത്തു. ഈ ടേം 0 ആയി കഴിഞ്ഞാൽ എന്താവും, 0 ഈക്വൽ ടു 160 മൈനസ് 32t കിട്ടി. ഇതിന് t കണ്ടെത്തി കൂടെ, t ഈക്വൽ ടു 160/32 എത്രയായി 5 സെക്കൻഡ്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ എന്താ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, തന്നങ്ങനെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 160t മൈനസ് 16t². ടീന്റെ വാല്യൂ 5 കൊടുക്കാം. അപ്പൊ എന്താവും ഈക്വൽ ടു അല്ലെ മാക്സിമം 160 into 5 മൈനസ് 16 into 5². എന്താ ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ 800 minus 400 equal to 400 feet height ആണ് കിട്ടി. ബി ക്വസ്റ്റ്യൻ എന്താ പറയുക നമ്മളോട് അല്ലെ, എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വെലോസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദി റോക്ക് വെൻ ഇറ്റ് ഈസ് 256 feet above the ground on the way up and the way down അല്ലെ. നമ്മൾ പറഞ്ഞത് ആദ്യം നമുക്കൊരു വെലോസിറ്റി തന്നിട്ടുണ്ട് 286 ആണെന്ന്. അത് ഉപയോഗിച്ച് തന്ന ഇക്വേഷൻ, ഈ ഇക്വേഷനകത്ത് നിന്ന് ടി കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ആ ടീന്റെ വാല്യൂ വെലോസിറ്റിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ് വാല്യൂസ് വരുന്നത് നോക്കാം.
ഓക്കെ, ആദ്യം ബി ഈക്വൽ ടു എസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 160t minus 16t². ഓക്കെ, ഇതിനകത്ത് എന്ത് കൊടുക്കുക, 256 അപ്ലൈ ചെയ്യുക, ഈക്വൽ ടു 160t minus 16t². ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും 16t² minus 160t plus 256 ഈക്വൽ ടു 0 ആണ്. എല്ലാത്തിനും 16 ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ t² minus 10t plus 16 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യാം, t minus 2 into t minus 8 ഈക്വൽ ടു 0. t ഈക്വൽ ടു 2 8t. ഇനി ഇപ്പോൾ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 2, v എന്ന വെലോസിറ്റിയിൽ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താ, v എന്ന് പറഞ്ഞാൽ നമുക്ക് 160 minus 32t ആണ്. അതിനകത്തേക്ക് എന്തെടുക്കുക, ടിന്റെ വാല്യൂ 2 കൊടുക്കുക. 160 minus 32 into 2 എത്ര കിട്ടും, 160 minus 64 എത്ര, 96 feet per second കിട്ടും. ഇനി അതേപോലെ എന്ത് ചെയ്യുക, when t equal to 8, വെലോസിറ്റി v equal to 160 minus 32 ടിയിലേക്ക് ടിന്റെ വാല്യൂ 8 കൊടുക്കുമ്പോൾ 160 minus 32 into 8, 160 minus എന്തായി 256 ഈക്വൽ ടു മൈനസ് 96 ഫീറ്റ് പെർ സെക്കൻഡ് കിട്ടി. ഒന്ന് പ്ലസ് 96 ഫീറ്റ് പെർ സെക്കൻഡ്, അടുത്തത് മൈനസ് 96. അപ്പൊ ബോത്ത് ഇൻസ്റ്റന്റ് റോക്സ് സ്പീഡ് ഈസ് 96 ഫീറ്റ് പെർ സെക്കൻഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് എന്താണ് അല്ലെ, വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി റോക്ക് അല്ലെ. അപ്പൊ ആക്സിലറേഷൻ കാണാൻ എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുക. ഓക്കെ, എന്താ സി ക്വസ്റ്റ്യൻ അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 160t minus 16t² ആണ്. നമ്മൾ വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് dv/dt ആണ് അല്ലെ. ഇവിടെ s ആണ് വരുന്നത്, ds/dt ഈക്വൽ ടു എന്ത്, 160 minus 32t കിട്ടി. ഇനി ആക്സിലറേഷൻ നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നത് എന്താണ്, d²s/dt² ആണ്. എന്നിട്ട് മൈനസ് 32 അല്ലെ, എന്താണ്, ഫീറ്റ് പെർ സെക്കൻഡ്. ഇത് നെഗറ്റീവ് പാർട്ട് ആണല്ലോ. അപ്പൊ എന്ത് പറയാം, ദി ആക്സിലറേഷൻ ഈസ് ആൾവേസ് ഡൗൺവേർഡ് അല്ലെ, ഡൗൺവേർഡ് ആണ്. വെൻ ദി റോക്ക് ഈസ് റൈസിംഗ്, it is showing down. When it is falling, it is speed up. താഴോട്ട് വീഴാണ്, മൈനസ് കാണിക്കുന്നത്, നമ്മൾ താഴോട്ട് വരികയാണെന്ന് മനസ്സിലായി. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ, ഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, when does the rock hit the ground again, എപ്പോഴാണ് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് എസ് തന്നിട്ടുണ്ട്, എസ് ഈക്വൽ ടു 160t minus 16t² ആണ്. ഇതിന് എസിന്റെ വാല്യൂ 0 ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, 160t minus 16t² ഈക്വൽ ടു 0. ഒന്ന് ടി ഔട്ട് സൈഡ് എടുത്താൽ 160 minus 16t ഈക്വൽ ടു 0. t ഈക്വൽ ടു 0 or 160 minus 16t ഈക്വൽ ടു 0. but t equal to 160/16 എത്ര, 10 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് പറയാം, when t equal to 10 it return to the ground. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് എപ്പോഴാണ്, t equal to 10 ആവുമ്പോഴാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, a race car travel 1/4 miles in a 6 seconds. The distance from the start with the feet after t second begin, f of t equal to 44/3t² plus 132t. The first question, velocity and acceleration cross the finished line. How fast was going the halfway down the track? Okay, ഇവിടെ ശ്രദ്ധിക്കുക, halfway down the track എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നിട്ട് നമുക്ക് അല്ലെ, എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്, 44/3t² plus 132t ആണ്. അപ്പൊ ഫസ്റ്റ് വെലോസിറ്റിയും ആക്സിലറേഷൻ. അപ്പൊ എഫ് ഓഫ് ടി കണ്ടുപിടിക്കുക. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 88/3 അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, 44 into 2, 88/3 t plus 132 ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 88/3 കിട്ടും അല്ലെ. ഇവിടെ 1 ആവും, ബാക്കി ടേം പോയി. ഇനി പറയുന്നത് അറ്റ് ടി ഈക്വൽ ടു അല്ലെ, സെക്കൻഡ് എത്രയാണ്, 6 ആണ്. അപ്പൊ എന്താവും,
at t equal to 6. അപ്പോൾ എന്താ f dash of tക്ക് എന്താ tന്റെ സ്ഥാനത്ത് 6 കൊടുക്കുക. അപ്പോൾ എന്താവും f dash of t equal to 6 ആകുമ്പോൾ 88/3 into 6 plus 132 equal to ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 308 കിട്ടും. ഇനി അതേ സ്ഥാനത്ത് f double dash of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇട്ടാ? 88/3 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ, ഹാഫ് എന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഹൗ ഫാസ്റ്റ് വാസ് ഇറ്റ് ഗോയിങ് ഹാഫ് വേ. അപ്പൊ അതിന്റെ മൊത്തം ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഹാഫ് ആണ് പകുതി സെലക്ട് ചെയ്യുക. അപ്പൊ എന്താ തന്നിങ്ങനെ എഫ് ഓഫ് ടി ഈക്വൽ ടു 44/3 t സ്ക്വയർ പ്ലസ് 132 t ആണ്. ഫുൾ എന്താണ് എത്ര? t is equal to അല്ലെ എത്ര തന്നിങ്ങനെ? ടിന്റെ വാല്യൂ 6 ആണ് അറിയാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ 44 അപ്പൊ ഇവിടെ എന്താ അറ്റ് ടി ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ 3 into 6 സ്ക്വയർ പ്ലസ് 132 into 6 ഇതൊക്കെ പാടെ സിംപ്ലിഫൈ ചെയ്താൽ അന്നേരം 1320. നമ്മളിവിടെ ഹാഫ് എ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഹാഫ് എ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താവും? എഫ് ഓഫ് ടി ബൈ 2 അഥവാ എഫ് ഓഫ് 6/2 1320/2 എത്രയായി? 660. ഓക്കെ, അപ്പൊ എഫ് ഓഫ് ടി അപ്പൊ വാല്യൂ ആ എഫ് ഓഫ് ടിയിലേക്ക് മാറ്റി. അപ്പൊ എഫ് ഓഫ് ടിന്റെ വാല്യൂ എന്ത് നമുക്ക് കിട്ടിയത്? 44/3 t സ്ക്വയർ പ്ലസ് 132 t. ഇതിന് ടിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താ ഒരു 3/44 ഡിവിഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും? 45 ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 9t. ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ടി സ്ക്വയർ പ്ലസ് 9t മൈനസ് 45 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. a ഈക്വൽ ടു 1, b ഈക്വൽ ടു 9, c ഈക്വൽ ടു മൈനസ് 45. ടിന്റെ വാല്യൂ മൈനസ് 12.58 അതേപോലെ 3.58. അപ്പൊ ടി ഈക്വൽ ടു മൈനസ് 12.58 3.58. ഈ നെഗറ്റീവ് ഒഴിവാക്കുക, സെക്കൻഡ്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ചെയ്യുക. ടി ഈക്വൽ ടു 3.58 ആകുമ്പോൾ എന്താവും? എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? എഫ് ഡാഷ് ഓഫ് ടി 88/3 t പ്ലസ് 132 ആണ് വരുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് എന്ത് കൊടുക്കുക? ടിന്റെ വാല്യൂ 3.58 എടുക്കുമ്പോൾ 88/3 ഇൻറ്റു എന്താണ്? 3.58 പ്ലസ് 132 എത്ര കിട്ടും? 237 കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഹാഫ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് എ പർപ്പിൾ ഡ്രോപ്ഡ് ഓഫ് ബിൽഡിംഗ് അറ്റ് ടൈം t ഈക്വൽ ടു 0 ഈസ് h of t ഈക്വൽ ടു 44.1 minus 4.9 t square meters. At time t, the bubble strikes the ground at t equal to 3 seconds. What is the velocity and acceleration of strike the ground? B question, what is the velocity when it is halfway down the building? അപ്പോൾ തന്നിട്ടുള്ള എന്താണ്? h of t തന്നിട്ടുള്ള എന്താണ്? ഫംഗ്ഷൻ തന്നിട്ടുള്ള f of t equal to 44.1 minus 4.9 t square ആണ് അല്ലെ. ഫസ്റ്റ് വെലോസിറ്റിയും ആക്സിലറേഷൻ. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ h dash of t equal to ഈ ടേം 0 ആയി, മൈനസ് 4.9 into 2 into t എന്തായി? മൈനസ് 9.8 t ആണ്. ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? നമ്മുടെ വെലോസിറ്റി ആണ്. ഇതെന്താണ്? ആക്സിലറേഷൻ. അപ്പൊ മൈനസ് അല്ലെ, ഇതിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 9.8. അപ്പൊ ഇതെന്താണ്? ഇത് ആക്സിലറേഷൻ ആണ്. ഇനി അറ്റ് ടി ഈക്വൽ ടു കണ്ടിരിക്കുമ്പോൾ ടി ഈക്വൽ ടു 3 ആണ്. അപ്പോൾ വെലോസിറ്റി ആകുമ്പോൾ h dash of t equal to h dash of 3 equal to minus 9.8 into 3 equal to എത്ര വരും? 2.94 കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാ? വെലോസിറ്റി is 2.94 meter per second is downwards acceleration ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ്? ഡൗൺവേർഡ് ആണ്. The acceleration is minus 9.8 meter per second. ഇനി ബി ക്വസ്റ്റ്യൻ അല്ലെ. h of t equal to 44.1 minus 4.9 t square ആണ്. ഇതിൽ h of 3ന്റെ വാല്യൂ എന്താ വരുന്നത്? 0 ആണ്. ഓക്കെ, ഇവിടെ h of 3 നോക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും അല്ലെ. അപ്പൊ
അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഹാഫ് റേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാഫ് റേഞ്ച് അറിയുമ്പോൾ ഫുൾ റേഞ്ചിന്റെ 0 ആണ്, ബൈ 2 ചെയ്താൽ 0 തന്നെയാണല്ലോ. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 0 ഈക്വൽ ടു 44.1 മൈനസ് 4.9 ടി സ്ക്വയർ. ഓക്കെ, ഇംപ്ലൈസ് ടി സ്ക്വയർ ഈക്വൽ ടു എന്തായി 44.1 ബൈ 4.9 ഈക്വൽ ടു 9. അപ്പോൾ ടി ഈക്വൽ ടു √9 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് പോസിറ്റീവ് മാത്രം എടുക്കുമ്പോൾ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ടി ഈക്വൽ ടു 3 എടുക്കുക. ഇംപ്ലൈസ് h ഡാഷ് ഓഫ് 3 ഈക്വൽ ടു എന്താവും -9.8 into 3 equal to 29.4 ആണ്.